വെള്ളാപ്പള്ളി SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയതിന്റെ 30ാം വാർഷികാഘോഷ ദിനത്തിൽ കരിദിനം ആചരിച്ച് SNDP സംരക്ഷണ സമിതി. കൊല്ലം SNDP യോഗം ആസ്ഥാനത്തേക്ക് SNDP സംരക്ഷണ സമിതി മാർച്ച് നടത്തി. പ്രവർത്തകർ വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ചു. SNDP സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് SNDP യോഗം ആസ്ഥാനത്തേക്ക് പ്രതിഷേധ പ്രകടനവും ഒപ്പം തന്നെ ഒരു കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് അവർ നടത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ യോഗം ജനറൽ സെക്രട്ടറി ആയതിൻ്റെ 30ാം വർഷം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ പരിപാടികൾ നടക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം പ്രവർത്തകരുടെയും ഒപ്പം തന്നെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നൂറുകണക്കിനുള്ള പ്രവർത്തകരാണ് ഈ കണ്ണൊക്കെ കെട്ടിക്കൊണ്ട് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ കോലവുമായാണ് ഈ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് SNDP യോഗത്തിലുള്ളത്. ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ SNDP യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലാതാകും. അതിനെതിരായിട്ടുള്ള ജനരോഷത്തിൻ്റെ ആദ്യ സംരംഭമാണിത്. കേരളം മുഴുവൻ വ്യാപിക്കുന്ന ജനരോഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിലെ മുഴുവൻ ഈഴവ വിഭാഗത്തിൽപ്പെട്ടവർ കൂടാതെ ഈ സമൂഹം മുഴുവൻ ഞങ്ങളോടൊപ്പമുണ്ട്. ഈ വന്നവരെല്ലാം സ്വന്തം പണം മുടക്കി അവരുടെ ആത്മരോഷമാണ് ഇവിടെ കാണുന്നത്. ഈ പ്രദേശത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും ഞങ്ങളോടൊപ്പം അണിനിരക്കുന്ന ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരോട് അണിനിരക്കുന്ന കാലത്തേക്കാണ് കടന്നു പോകുന്നത്. വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് ചേർത്തല നടക്കുന്ന മാമാങ്കം ഇവിടെ നിന്ന് കൊള്ളയടിച്ച പണം കൊണ്ട് മാത്രമാണ്, സ്വന്തം കയ്യിലെ കാശ് കൊണ്ടല്ല. ഈ കണ്ണൊക്കെ കെട്ടിയാണ് പ്രതിഷേധത്തിന് എത്തിയിരിക്കുന്നത്. അതെ, കണ്ണുകെട്ടി കാട്ടുകള്ളനല്ലേ വെള്ളാപ്പള്ളി നടേശൻ. ആ കാട്ടുകള്ളനെ ആ പ്രതിഷേധ സൂചകമായിട്ടാണ് ഈ കണ്ണ് കെട്ടിക്കൊണ്ട് തന്നെ പ്രതിഷേധത്തിന് എത്തിയിരിക്കുന്നത്. ഒരു കൊള്ളക്കാരനാണ്. കൊള്ളക്കാരൻ ഇപ്പോൾ കുറുവാ സംഘം ഇറങ്ങിയിട്ടുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. ഒരു കുറുവാ സംഘത്തിന്റെ നേതാവാണ് ഈ വെള്ളാപ്പള്ളിയുടെ കോലമൊക്കെ ആയാണ് പ്രവർത്തകർ ഇവിടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. നൂറുകണക്കിന്, അതായത് പ്രായഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ പ്രധാനമായും പറയുന്ന ആവശ്യം ഇത് തന്നെ. 30 വർഷമായി യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് 30 വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ഈ യോഗത്തിൻ്റെതായിട്ടുള്ള ആസ്തികൾ, അതായത് ഈ യോഗത്തിൽ വരുന്ന, അതായത് SNDPയിൽ വരുന്ന ആളുകളുടെ ഉൾപ്പെടെ ആസ്തികളാണ് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി പണം സമ്പാദിക്കാനും കേസ് നടത്തിപ്പിന് എടുക്കുന്നതെന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും നടപടി സ്വീകരിക്കും. ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്നതിനെ ഇവർ എതിർക്കുകയും ചെയ്യുന്നുണ്ട്.